ഷിനാസ്, തുർക്കി ഇതിന്റെ പിറകിൽ ഒരു അദൃശ്യ ശക്തിയായി ഉണ്ടായിരുന്ന തുർക്കിയുടെ പങ്ക് വെളിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എത്ര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പാകിസ്ഥാൻ കടന്നു പോകുകയായിരുന്നു എന്ന് പറഞ്ഞാലും കൈയയച്ച് ആയുധങ്ങൾ നൽകാൻ തുർക്കി ഉണ്ടായിരുന്നു. ചൈനയിൽ നിന്ന് ആയുധങ്ങൾ കിട്ടിയിരുന്നു. അങ്ങനെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറവ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല. തുർക്കി, മലേഷ്യ, പാകിസ്ഥാൻ അങ്ങനെ ഒരു അച്ചുതണ്ട് ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരായി ഉണ്ടാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തുർക്കി പിന്തുണ കൊടുത്തത് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ വരികയും ചെയ്യുകയാണ്. ആ സമയത്താണ് പാകിസ്ഥാൻ തോറ്റു പിന്മാറിയതാണോ അതോ ഇനിയൊരു വലിയ തിരിച്ചടിക്ക് തക്കം പാർക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. എങ്ങനെയാണ് ലോക രാഷ്ട്രങ്ങൾ അത് വിലയിരുത്തുന്നത്? താങ്കളുടെ ഓഡിയോ മ്യൂട്ടാണ് ശ്രീ എം ഷിനാസ്, അതൊന്ന് ദയവായി മാറ്റുക. കേൾക്കാമോ ശ്രീ എം ഷിനാസ്? ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾ കേട്ടു എന്ന് കരുതുന്നു. പാകിസ്ഥാൻ മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി. പക്ഷെ പാകിസ്ഥാൻ ഏറ്റവും കനത്ത പ്രഹരമേറ്റത് മെയ് 9, 10 തീയതികളാണ്. 9 പുലർച്ചെ വരെ. അപ്പോൾ മെയ് 7 പുലർച്ചെ പാകിസ്ഥാനിലെ പാക് അധിനിവേശ കാശ്മീരിലെയും പാക് പഞ്ചാബിലെയും 7 ഭീകരവാദ കേന്ദ്രങ്ങൾ, ഭീകര പരിശീലന, ഭീകര ലോഞ്ചിങ് പാഡുകൾ അതീവ കൃത്യതയോടെ അർദ്ധരാത്രി ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചു. പിന്നീട് പാകിസ്ഥാൻ 10-300 ഡ്രോണുകൾ, ചില മിസൈലുകൾ ഒക്കെ വിട്ടപ്പോൾ അതിശക്തമായി മെയ് 9, മെയ് 10 തീയതികളിൽ നൂർഖാൻ എയർബേസ്, സർഗോദ എയർബേസ്, ഇതൊക്കെ വളരെ തന്ത്രപ്രധാനമായ എയർബേസുകളാണ്. കാരണം നൂർഖാൻ എയർബേസിന്റെ അടുത്താണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി. ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്താണ് ന്യൂക്ലിയർ ആയുധങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നത്. നേരത്തെ ഷാഹു പ്രസാദ് പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പാകിസ്ഥാന്റെ കൈവശം ആണവായുധങ്ങളുണ്ട്. അത് വിക്ഷേപിക്കാനുള്ള മറ്റ് സാമഗ്രികളുമുണ്ട്. മിസൈലുകളായിട്ടും F-16 വിമാനത്തിൽ ആണവായുധങ്ങൾ വിക്ഷേപിക്കാം. 1974 ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ സുൽഫീഖർ അലി ഭൂട്ടോ പ്രഖ്യാപിച്ചത് ഞങ്ങൾ പുല്ലു തിന്നാണെങ്കിലും ആണവായുധം ഉണ്ടാക്കുമെന്നാണ്. അത് സിയാവുലക്കിന്റെ കാലമായപ്പോൾ തന്നെ പാകിസ്ഥാൻ, നോർത്ത് കൊറിയ, അങ്ങനെ പല രാജ്യങ്ങളുടെയും സഹായത്തോടെ ആണവായുധ നിർമ്മിതി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ചങ്ങായി കുന്നുകളിൽ 1998 ആണവ വിസ്ഫോടനം അവർ നടത്തുകയുണ്ടായി. നമ്മൾ നടത്തിയതിന് തൊട്ട് പിന്നാലെ. അപ്പൊ പാകിസ്ഥാന് അതില്ല എന്ന് പറയുന്നത് ഇന്ത്യൻ സൈനിക നേതൃത്വമോ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വമോ ഇന്ത്യയിലെ റോയോ ആരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയല്ല എന്ന് ആദ്യം പറയട്ടെ. അപ്പൊ പാകിസ്ഥാൻ വാസ്തവത്തിൽ ഈ എസ്കലേഷൻ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വമ്പിച്ച എസ്കലേഷനിലേക്ക് പോയി. അങ്ങനെ പാകിസ്ഥാൻ തന്നെയാണ് ചിലപ്പോൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുക, ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. അങ്ങനെ പാകിസ്ഥാനിലെ മിലിറ്ററി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് ഇന്ത്യയുടെ കൗണ്ടർ പാർട്ടിനെ വിളിക്കുന്നത്. 3:30 വിളിക്കുന്നത്. അതിന് മുമ്പ് വിളിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ DGMO മറ്റൊരു മീറ്റിംഗിലായിരുന്നു. 3:30 വിളിച്ചു. 5 മണിക്ക് പ്രഖ്യാപിച്ചു, 6 മണിക്ക് പ്രഖ്യാപിച്ചു. അതിന് മുമ്പ് ഒരു 5:33 ട്രംപും പ്രഖ്യാപിച്ചു. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക തലത്തിൽ വലിയ തോതിൽ പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത മട്ടിലുള്ള ഒരു കനത്ത പ്രഹരം ഇസ്ലാമാബാദിന് കിട്ടിയപ്പോൾ എന്റെ മറ്റൊരു സംശയം, അന്താരാഷ്ട്ര തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പ്രതീക്ഷിച്ചത്ര മട്ടിൽ അനുകൂലമായ പ്രതികരണം ഉണ്ടായവെന്ന്. ഒന്നാമതായി ഓപ്പറേഷൻ പഹൽഗാം കൂട്ടക്കൊലയെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും, തുർക്കിയും അസർബൈജാനും പോലുള്ള ചില രാജ്യങ്ങൾ ഒഴിച്ച എല്ലാ രാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. അതേസമയം ഈ G20
ലോകത്തിലെ പ്രമുഖ രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ G20 രാഷ്ട്രങ്ങൾ എടുത്ത് നോക്കിയാൽ അവയിൽ റഷ്യയുണ്ട്. അവയിൽ ഒന്നുപോലും പാകിസ്ഥാൻ ഈ ഈ പഹൽഗാം കൂട്ടക്കൊടുക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഉത്തരവാദിയാണ് എന്ന് അറുത്തു മുറിച്ച് ക്ലിയർ കട്ടായിട്ട് വ്യക്തമായി പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസമാണ്, ഭീകര പ്രവർത്തനമാണ് നടന്നത് എന്ന് ക്ലിയർ കട്ടായി പറഞ്ഞതേയില്ല. 2, ക്വാഡ് ഇന്ത്യ കൂടി അംഗമായ ഒരു സൈനിക സഖ്യമല്ലെങ്കിലും ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, അതിൽ ഇന്ത്യയെ മാറ്റി നിർത്തിയാൽ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ അവരും പറഞ്ഞില്ല പാകിസ്ഥാൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ബ്രൂട്ടൽ ആക്ട് എന്ന് പറഞ്ഞില്ല. അതേസമയം പഹൽഗാം കൂട്ടക്കൊല അതിഭീകരമായ ഒരു കുറ്റകൃത്യമാണ് എന്ന് അവരൊക്കെ പറയുകയും ചെയ്തു. മാത്രമല്ല, ഇതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാന് IMF നൽകാൻ തീരുമാനിച്ചിരുന്ന $7 ബില്യൺ $1 ബില്യൺ സംതിങ് പാകിസ്ഥാന് കൊടുക്കാൻ ധാരണയായി. അത് അമേരിക്കയും ജപ്പാനും ഒന്നും സമ്മതിക്കാതെ പാകിസ്ഥാന് അത് നൽകില്ല. പിന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റീസ്, ഈ നദീജല കരാർ നമ്മൾ മരവിപ്പിച്ചു. പക്ഷെ അതിന് അന്താരാഷ്ട്ര ലോക രാജ്യങ്ങളുടെ സപ്പോർട്ട് കാര്യമായിട്ടുണ്ടായിട്ടില്ല. അപ്പോ അന്താരാഷ്ട്ര മാനങ്ങൾ വെച്ച് നോക്കിയാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ആ രീതിയിലുള്ള ഒരു പ്രതികരണമല്ല, ഇന്ത്യ പ്രതീക്ഷിച്ച പ്രതികരണമല്ല കിട്ടിയത് എന്ന് കാണാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ 2001 ലോക വ്യാപാര സംഘടനയും പെന്റഗണും ഒക്കെ ഈ അൽഖയ്ദ തീവ്രവാദികൾ ആക്രമിച്ചപ്പോൾ 2001 സെപ്റ്റംബറിൽ അമേരിക്ക ഭീകരതക്കെതിരെ ആഗോള യുദ്ധം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി. ഭീകരതയാണ്, എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെ നേരിടാൻ എല്ലാ രാഷ്ട്രങ്ങളും അമേരിക്കയോടൊപ്പം നിൽക്കണം. അമേരിക്കയോടൊപ്പം നിൽക്കാത്തവർ അൽഖയ്ദയുടെ ഭീകരവാദികളോടൊപ്പമാണ് എന്ന് ജോർജ് W. ബുഷ് ഒക്കെ പറഞ്ഞു. അത് ആറി തണുത്തു പോയിരിക്കുന്നു. ഇപ്പോ ഭീകരതക്കെതിരെയുള്ള ആഗോള യുദ്ധമില്ല. മൈ ടെററിസ്റ്റ്, യുവർ ടെററിസ്റ്റ്, എന്റെ ഭീകരവാദി നിങ്ങളുടെ ഭീകരവാദി എന്ന മട്ടിലായിരുന്നു. അതായത് പറഞ്ഞു വരുന്നത് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് പുറപ്പെടുന്ന ഭീകരവാദത്തിന്റെ ഇരയാണ്. ആ ഭീകരവാദത്തെ ഇന്ത്യ തന്നെ നേരിടുന്നു. ലോകരാജ്യങ്ങൾ ഭീകരവാദത്തെ നേരിടാൻ സഹായിക്കില്ല, പിന്തുണക്കില്ല എന്നാണ് 2001 സെപ്റ്റംബറിന് ശേഷം 24 കൊല്ലം കഴിഞ്ഞപ്പോൾ ലോകത്ത് തെളിഞ്ഞു വരുന്ന ചിത്രം. ആരും ഉണ്ടാവില്ല കൂടെ. നമ്മൾ നേരിടുന്ന ഇന്ത്യ നേരിടുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ തടയിടണം, അല്ലെങ്കിൽ ചെറുക്കണം. അതിന് കൂടെ ആരും ഉണ്ടാകില്ല എന്നുള്ള ഒരു തിക്ത യാഥാർത്ഥ്യം കൂടി ഇന്ത്യൻ നേതൃത്വവും ഇന്ത്യൻ സൈനിക നേതൃത്വവും മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ നമുക്ക് അനുമാനിക്കാവുന്നത്. മറ്റൊന്ന്, 2019 ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ ഓക്സ്ഫോർഡാണ് പ്രസിദ്ധീകരിച്ചത്. ലൈൻ ഓൺ ഫയർ എന്ന് പറയുന്ന അതായത് സീസ് ഫയർ വയലേഷൻസ് ആൻഡ് ഇന്ത്യ പാകിസ്ഥാൻ എസ്കലേഷൻസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ എസ്കലേഷൻ, ഇന്ത്യ പാക് എസ്കലേഷൻ ഉണ്ടാവുന്നത് ഈ ടെറർ അറ്റാക്സ് കൊണ്ട് മാത്രമല്ല. ടെറർ അറ്റാക്സ് ഭീകരാക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമല്ല ഈ എസ്കലേഷൻ ഉണ്ടാവുന്നത്. ഭീകരാക്രമണങ്ങൾ ഇല്ലാത്ത സമയത്തും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വളരെ തീവ്രമായ ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ എസ്കലേഷൻ, ഇപ്പം നേരത്തെ ഷാബു പ്രസാദ് കേണലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ, പാകിസ്ഥാന്റെ ഔദ്യോഗികമോ അനൗദ്യോഗികമോ ആയ ഒരു സ്റ്റേറ്റ് പോളിസി തന്നെയാണ് ഭീകരപ്രവർത്തനം. കാരണം ഇത് ലോ കോസ്റ്റ് ആണ്, മുതൽ മുടക്കില്ല, കുറച്ച് ചെലവേ ഉള്ളൂ, അക്കൗണ്ടബിലിറ്റി ഇല്ല, തെളിവെവിടെ എന്ന് ചോദിക്കാം. അതുകൊണ്ട് ഇന്ത്യയെ ഒരു സാമ്പ്രദായിക യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യയെ ഈ അസാമ്പ്രദായികമായ ഭീകരവാദ യുദ്ധത്തെ ഇങ്ങനെ ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ മുറിവേൽപ്പിക്കുക എന്നത് പാകിസ്ഥാന്റെ കഴിഞ്ഞ 4 പതിറ്റാണ്ടെങ്കിലുമായിട്ടുള്ള ഒരു നയമാണ്. അത് പാക് സൈന്യത്തിന്റെയും ISI എന്ന അതിന്റെ
പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ സംഘടനയുടെയും ജനിതകത്തിൽ തന്നെ മുദ്ര ചാർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് പെട്ടെന്ന് ഇപ്പൊ പുൽവാമ 2019 നടന്നു. അതിനുശേഷം 2025 ഇത് നടന്നു. പുൽവാമക്ക് മുമ്പ് 2016 പത്താൻകോട്ട് ആക്രമണം 2016 തുടക്കത്തിൽ നടന്നു. 2016 സെപ്റ്റംബറിൽ ഉറിയിൽ നടന്നു. 2008 മുംബൈയിൽ നടന്നു. 2001 പാർലമെന്റ് ആക്രമണം നടന്നു. അതിന് തൊട്ടു മുമ്പ് 2001 ജമ്മു കാശ്മീർ നിയമസഭാ സെക്രട്ടേറിയറ്റ് ആക്രമിച്ചു. അപ്പൊ ഇത് വളരെ എപ്പിസോഡിക് ആയിട്ട് ഇങ്ങനെ തുടർന്ന് വരികയാണ്. പക്ഷെ ഈ പഹൽഗാമിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടി വളരെ കണിശവും കൃത്യവും രൂക്ഷവും തീക്ഷ്ണവുമായിരുന്നു. അത് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആരോടാണ് താണ് കേണ് അപേക്ഷിച്ചത് എന്നറിയില്ലെങ്കിൽ, ഏതായാലും അമേരിക്ക ഇതിൽ മീഡിയേഷൻ വഹിച്ചിട്ടില്ലെങ്കിലും അമേരിക്കൻ ഫാക്ടർ അതിലുണ്ട്. അപ്പൊ കാർഗിൽ യുദ്ധകാലത്തും അമേരിക്കൻ ഇടപെടൽ, അതായത് നവാസ് ഷെരീഫ് അപേക്ഷിക്കുകയും ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. അതുപോലെ ബാലക്കോട് ആക്രമണം നമ്മൾ നടത്തിയപ്പോൾ പാകിസ്ഥാന്റെ ആണവ പോർമുനകൾ സജ്ജമാക്കുന്നതായി ഇന്ത്യക്ക് വിവരം കിട്ടുകയും ഇന്ത്യ അമേരിക്കയെ അറിയിക്കുകയും, അന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ആണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജോൺ ബോൾട്ടൺ ആണ്. അവർ വിയറ്റ്നാമിലായിരുന്നു, ഹാനോയിലായിരുന്നു. ഉത്തരകൊറിയയുമായിട്ടുള്ള നിരായുധീകരണ ചർച്ചയ്ക്ക് എത്തിയതായിരുന്നു. അന്ന് അർദ്ധരാത്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അവരെ വിളിക്കുന്നത്. ഇങ്ങനെ അവർ ചെയ്താൽ ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടി നൽകും. അപ്പൊ അമേരിക്കയുടെ മീഡിയേഷൻ അല്ലെങ്കിലും അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് കാർഗിൽ യുദ്ധ സമയത്തും ബാലക്കോട്ടിലും ഈ യുദ്ധത്തിൽ ഇതിപ്പം തീർച്ചയായിട്ടും യെസ് അതാണ്